വെൽക്കം ടു ഏജൂസ് പാർക്ക്. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിൽ തന്നെ 10th തന്നെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധാരണ രീതിയിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്ന ചാപ്റ്ററാണ്. ആദ്യമേ നമ്മൾ അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് ബേസ് ലെവലിൽ തന്നെ പഠിച്ചു പോയില്ല എങ്കിൽ അങ്ങോട്ട് ഏറ്റവും അവസാനം എത്തുന്ന സമയത്ത് ടിൽ ദ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ഉണ്ടാവും. കാരണം ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അവസാനമായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി പഠിക്കുക. മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ കുറച്ച് പാടായിട്ട് തോന്നും. ഭയങ്കര പാടായിട്ടല്ല, കുറച്ച് പാടായിട്ട് നമുക്ക് തോന്നും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതൊക്കെ നമുക്ക് മോഡൽ എക്സാം ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്റർ ആദ്യം നോക്കാം. അപ്പോൾ വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ വീടിന് പുറത്ത് തുടങ്ങുമ്പോൾ നമ്മളെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് അവിടെ സൺലൈറ്റ് കാണാൻ പറ്റും, അവിടെ റെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രസിപ്പിറ്റേഷൻസ് കാണാൻ പറ്റും, വിൻഡ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും, ഫോഗ് ഉണ്ട്, മിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏതാണ്, ക്ലൗഡ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇവയെല്ലാം ഒരുമിച്ച് അടങ്ങുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ദ കണ്ടീഷൻ വി എക്സ്പീരിയൻസ് സച്ച് എസ് സൺലൈറ്റ്, റെയിൻ, മിസ്റ്റ്, വിൻഡ്, ക്ലൗഡ്സ് ആൻഡ് കണ്ടീഷൻസ് സച്ച് ആസ് ദ ഹോട്ട് ആൻഡ് കോൾഡ് സ്റ്റേബിൾ. സാധാരണ രീതിയിൽ നമുക്ക് സൺലൈറ്റ്, റെയിൻ, മിസ്റ്റ്, വിൻഡ് ഇങ്ങനെയുള്ള പല എലമെൻസുകൾ അടങ്ങുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അന്തരീക്ഷം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ അന്തരീക്ഷത്തിനെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതായത് ഓരോ സമയത്തും ഓരോ സെഗ്മെൻറ്റ് ടൈമിലും അല്ലെങ്കിൽ ഓരോ ഡേ ബൈ ഡേയും നമ്മുടെ അന്തരീക്ഷത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന കുറച്ച് എലമെൻസുകളാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ടെമ്പറേച്ചർ. എന്നെ തന്നെ ഏറ്റവും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ടെമ്പറേച്ചർ. അതുപോലെ തന്നെയാണ് പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി, ആർദ്രത എന്നൊക്കെ പറയും. ഇപ്പോൾ ടെമ്പറേച്ചർ ആയാലും പ്രഷർ ആയാലും വിൻഡ് ആയാലും ഹ്യൂമിഡിറ്റി ആയാലും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഡേ ബൈ ഡേ പല ചേഞ്ചസുകൾ ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട കാരണം. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ടെമ്പറേച്ചർ നമ്മളിനി അടുത്ത് പഠിക്കാനായി പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. പ്രഷർ, അടുത്ത നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് വിൻഡ് ആൻഡ് ദെൻ ഹ്യൂമിഡിറ്റി. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സച്ച് ദ ചേഞ്ചസ് ഓഫ് ഇൻ വെതർ കണ്ടീഷൻ. നമ്മുടെ വെതർ കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിക്കുന്ന, അതുകൊണ്ട് തന്നെ ഇതിനെയാണ് എലമെൻറ്റ്സ് ഓഫ് വെതർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്താണ് എലമെൻറ്റ്സ് ഓഫ് വെതർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നതാണ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നറിയപ്പെടുന്നത്. എന്താണ് വെതർ ആൻഡ് എന്താണ് ക്ലൈമറ്റ്? സാധാരണ രീതിയിൽ പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് വെതർ എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ എന്നാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. വെതർ മീൻസ് ദിനാന്തരീക്ഷം. നമ്മുടെ ഓരോ ദിവസത്തിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്, പല ചേഞ്ചസുകളും ഉണ്ട്. ചില ദിവസങ്ങളിൽ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കാം, ചില ഭയങ്കര കോൾഡ് ആയിരിക്കാം ആ റീജിയനിലാണെങ്കിൽ. ചില സമയത്ത് നമുക്ക് നല്ല റെയിൻ ആയിരിക്കാം, അല്ലേ? ചില സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ കാറ്റുണ്ടായിരിക്കാം. അപ്പോൾ ഓരോ ഡേ ബൈ ഡേയും നമുക്ക് ഓരോ കുറഞ്ഞ കാല സമയത്ത് അല്ലെങ്കിൽ ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈമിൽ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് വെതർ എന്നറിയപ്പെടുന്നത്. അതാണ് കൊടുത്തിട്ടുള്ളത്. ദ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻസ് സച്ച് ആസ് ദ ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്, ഹ്യൂമിഡിറ്റി ആൻഡ് പെർസിപ്പിറ്റേഷൻ. പെർസിപ്പിറ്റേഷൻസ് എന്നൊക്കെ നമ്മൾ എന്താണെന്നൊക്കെ പഠിക്കും. നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട, ഹ്യൂമിഡിറ്റി എന്താണെന്ന് നമ്മൾ പഠിക്കും. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യം ഇല്ല. പ്രസിപ്പിറ്റേഷൻ, ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈം ടേൺ ആസ് വെതർ. കേട്ടോ, വളരെ കുറഞ്ഞ സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ മർദ്ദം അല്ലെങ്കിൽ കാറ്റുകൾ അല്ലെങ്കിൽ ആർദ്രത, ഹ്യൂമിഡിറ്റി, അതുപോലെ തന്നെ വർഷണം, പ്രസിപ്പിറ്റേഷൻസ്, ഇവയൊക്കെ വളരെ കുറഞ്ഞ സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്കുണ്ടാക്കുന്ന മാറ്റമാണ് അതിനെ എന്തെന്നറിയപ്പെടുന്നത്, വെതർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ അപ്പോൾ വെതർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല, പക്ഷെ റിപ്പീറ്റേഷൻ ചെയ്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് വെതർ എന്ന് പറയുന്നത്? സോ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ സച്ച് ആസ് ദ ടെമ്പറേച്ചർ, പ്രഷർ, അല്ലേ? പ്രഷർ ആൻഡ് ഹ്യൂമിഡിറ്റി, പ്രസിപ്പിറ്റേഷൻ, ഷോർട്ടർ പീരിയഡ് ഓഫ് ടൈം ആർ കാൾഡ് അല്ലെങ്കിൽ ടേം ആസ് വെതർ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതിലൂടെ, അത് ടെമ്പറേച്ചർ, പ്രഷർ, വിൻഡ്. രണ്ടാമതായിട്ട് ക്ലൈമറ്റ് റീജിയൻ എന്നറിയപ്പെടുന്നത്. ബട്ട് ഈസ് എ ക്ലൈമറ്റ് റീജിയൻ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. കാരണം ക്ലൈമറ്റ് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥമായിട്ടും കാലാവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാലാവസ്ഥയ്ക്ക് ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ നമുക്ക് 1-2 ദിവസം കൊണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വെതർ എന്ന് പറയാം, ശരിയല്ലേ പറയുന്നത്? പക്ഷേ ഒരു ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം, ഒരു 13 ഓർ 14 ഇയേഴ്സ്, 30-40 വർഷം, ഒരു പീരിയഡ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ വളരെ കൂടിയ കാലത്തിൽ തന്നെ ഒരു പ്രദേശത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ. ആ കാലാവസ്ഥയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എന്താ നോക്കിയത്? ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ് ദ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം. 1 മിനിറ്റ്. ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം. കണ്ടോ,
കുറഞ്ഞത് ഒരു 40 അല്ലെങ്കിൽ 50 വർഷ കാലഘട്ടം നമ്മുടെ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയൻസിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്ലൈമറ്റ് റീജിയൻ എന്നറിയപ്പെടുന്നത്. എബൌട്ട് ദ 35-40 ഇയേഴ്സ്, 40 അല്ലെങ്കിൽ 35 വർഷം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ, ഇപ്പോൾ നമുക്ക് ആർട്ടിക് സർക്കിൾ എടുക്കാം, അതൊരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു കോൾഡ് റീജിയനാണ്. അല്ലെങ്കിൽ നമ്മുടെ ഡെസേർട്ട് റീജിയൻസ് എടുക്കാം, കമ്പാരിറ്റീവ്ലി അവിടെയും കൂടുതൽ ഹോട്ട് കണ്ടീഷൻസ് ആയിരിക്കാം ഉണ്ടാകുന്നത്. ഉയർന്ന പ്രദേശങ്ങൾ, വളരെയധികം ഉയർന്ന ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ്, അതായത് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ, അവിടെയും ക്ലൈമറ്റ് റീജിയൻസ് എന്നറിയപ്പെടുന്നത് ഒരു ലോങ്ങർ പീരീഡ് ടൈമിൽ ഉണ്ടായതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ ലോങ് പീരീഡ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ ക്ലൈമറ്റ്, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന കാലാവസ്ഥയാണ് നമ്മൾ ക്ലൈമറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ക്ലൈമറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വെതർ ആൻഡ് ക്ലൈമറ്റ്. വെതർ ഷോർട്ടർ പീരീഡ് ഓഫ് ടൈം, കുറഞ്ഞ കാല സമയത്ത് നമ്മൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം. ആൻഡ് ക്ലൈമറ്റ് എന്നറിയപ്പെടുന്ന എക്സ്പീരിയൻസ് ദ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ഇൻ ദ ഡിറ്റർമിനേഷൻസ് ഓഫ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഡിറ്റർമൈൻഡ് ഏരിയ, ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ക്ലൈമറ്റ് റീജിയൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? നമ്മളൊരു ക്ലൈമറ്റ് റീജിയൻസോ എൻ്റയർലി ഒരു 30, 40, 50 വർഷമൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് ഫുഡ് ഹാബിറ്റ്സുകൾക്ക് ഡിഫറൻറ്റ് ഉണ്ടാവും, ഡ്രസ്സിങ്ങിന് ഡിഫറൻസ് ഉണ്ടാവും, സെറ്റിൽമെൻറ്റ്സിൽ ഡിഫറൻറ്റ് ഉണ്ടാവും, ഒക്കുപ്പേഷൻ ജോലിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു, ഫിസിക്കലി മെൻ്റലി കണ്ടീഷൻസുകൾ മാറുന്നു, കളർ ആൻഡ് റേസ് മാൻകൈൻഡ് ആസ് വെൽസ്, കളറിൽ വ്യത്യാസം ഉണ്ടാകുന്നു, റേസ് വർഗപരമായിട്ട് വ്യത്യാസം ഉണ്ടാകുന്നു, മനുഷ്യവർഗത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു, അഗ്രികൾച്ചറിന് വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ക്ലൈമറ്റ് കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് എൻ്റയർലി അവിടുത്തെ റിലീഫ് സിസ്റ്റം, അവിടുത്തെ ഭൂപ്രകൃതി, അവിടുത്തെ കസ്റ്റംസ്, ലാംഗ്വേജ്, അതുപോലെ തന്നെ അവിടുത്തെ പല കാര്യങ്ങൾക്കും പല ചേഞ്ചസുകളും സംഭവിക്കുന്നു. ഇറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് വെതർ കണ്ടീഷൻ അല്ലെങ്കിൽ ക്ലൈമറ്റ് റീജിയൻസ്. അപ്പോൾ ക്ലൈമറ്റ് റീജിയൻ അനുസരിച്ച് ഇതെല്ലാം എന്ത് ചെയ്യുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിലെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്നറിയപ്പെടുന്നതാണ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്. ഇതാ കിടക്കുന്നു ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് ഇറ്റ്സ് എ സോൾ എനർജി, അല്ലെങ്കിൽ സോൾ സോഴ്സ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള ഒരു സണ്ണ്, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള സണ്ണല്ല, സണ്ണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി റിസോഴ്സസ് ആണ് എന്നറിയപ്പെടുന്നത് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എനർജി റിസോഴ്സസ് ആണ്. ഇതാണ് സൂര്യനെ നിങ്ങളിന്ന് സങ്കല്പിക്കുക, ജസ്റ്റ് സങ്കല്പിച്ചാൽ മതി. ഇതാണ് നമ്മുടെ സൂര്യനെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. ഈ സൂര്യനിൽ നിന്ന് സൺറൈസസ് അതെന്ത് ചെയ്യുന്നു? ഒരു വേവ്സ് ലെന്തുകളായിട്ട് അല്ലെങ്കിൽ റേഡിയേറ്റീവ് തരംഗങ്ങളായിട്ട് നമ്മുടെ എർത്ത് സർഫസിലേക്ക് എത്തുന്നു, അല്ലേ? അപ്പോൾ ഈ എർത്ത് സർഫസിലേക്ക് എത്തുന്ന ഈ റേഡിയേറ്റീവ് ആയിട്ടുള്ള വേവ്സുകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഷോർട്ട് വേവ് റേഡിയേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷോർട്ട് വേവ് റേഡിയേഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ഇൻസൊലേഷൻ, അല്ലേ? ഇൻസൊലേഷൻ കുറച്ച് ടഫാണ് എഴുതാൻ. ഓക്കെ, ഇൻസൊലേഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് വളരെ ഷോർട്ട് വേവ് ലെന്തുകളായിട്ടാണ് എത്തുന്നത്, അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് തരംഗങ്ങളായിട്ടാണ് എത്തുന്നത്. ഇതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് എന്താണ്? ഇൻസുലേഷൻസ്. ഇത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യം കൊണ്ട് പഠിക്കണമെങ്കിൽ ഞാനൊന്ന് ബേസിക്കലി പറഞ്ഞോളൂ. നമ്മുടെ സൂര്യനിൽ നിന്ന്, അല്ലെങ്കിൽ ഫ്രം സൺ, അവിടെ നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് എന്തെത്തുന്നു? സൺറൈസസ് എത്തുന്നു. വളരെ ഷോർട്ട് വേവ് റേഡിയേറ്റഡ് തരംഗങ്ങളായിട്ട് അത് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഇൻസുലേഷൻസ്, അല്ലെങ്കിൽ ഭൗമ വികിരണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് തരംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭൗമ തരംഗങ്ങളെന്നോ ഭൗമ വികിരണങ്ങളെന്നോ എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ രീതിയിൽ എന്ത് ചെയ്യുക? പഠിച്ച് വയ്ക്കുക. അപ്പോൾ അതാ നോക്കി, ഈ ഷോർട്ട് വേവ്സ് ലെന്തുകളെന്നറിയപ്പെടുന്ന സംഭവം നമ്മുടെ ഭൂമിയിലെത്തുന്നതാണെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു. എന്നാൽ നമ്മുടെ സൂര്യൻ എവിടെ നിന്നായിരിക്കും താപം കിട്ടുന്നത്? അത് ഏറ്റവും നമുക്ക് അറിയേണ്ട ഒരു കാര്യമല്ലേ? പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, സൂര്യനിൽ എങ്ങനെയാണ് താപം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് എങ്ങനെയാണ് അവിടെ കൃത്യമായ രീതിയിൽ കൺസിസ്റ്റായിട്ട് കിട്ടുന്നത്? നമുക്കറിയാം, നമ്മൾ ജപ്പാൻ ഹിരോഷിമ എന്നറിയപ്പെടുന്ന 2 സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലം 1947 അവിടെ ആറ്റം ബോംബ്, അല്ലെ, ന്യൂക്ലിയർ ഒരു വർഷണം നടക്കുന്നു. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയപ്പെടുന്നത് എന്താണ്? വലിയ ഒരു ആറ്റത്തിന് എന്താണ് അത് വർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ ചെറിയ ആറ്റങ്ങളായിട്ട് മാറി അതെല്ലാം പൊട്ടിത്തെറിച്ചു. അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ നടക്കുന്നു. എന്നാൽ നമ്മുടെ സൂര്യനിൽ നടക്കുന്നത് ഏകദേശം ഇതേ കണക്ക് തന്നെയാണ്. നമ്മുടെ സൂര്യനിൽ നടക്കുന്നത് എന്താണ്? ചെറിയ 2 ആറ്റങ്ങൾ ഒരുമിച്ച് ചേർന്ന് വലിയ ആറ്റമായിട്ട് മാറുകയും ആ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ സൂര്യനിലേക്ക് വളരെ എക്സ്പ്ലോഷൻ നടക്കുകയും, അത് 1, 2 അല്ല, അത് ചിലപ്പോൾ കോടാനുകോടിയായിരിക്കും, ലക്ഷമായിരിക്കാം. എനിവേ, എന്ത് തന്നെയായാലും ഈ ന്യൂക്ലിയസുകൾ ഒരുമിച്ച് ചേർന്ന് അവിടെ എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അല്ലേ? ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഭാഗമായിട്ട് സൂര്യനിൽ എന്തുണ്ടാകുന്നു? താപത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഭാഗമായിട്ട്
അവിടെ എന്തുണ്ടാകുന്നു? താപത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നു. അപ്പോൾ ഞാനിവിടെ വരച്ചതൊക്കെ മായ്ച്ച് കളയട്ടെ. അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഭാഗമായിട്ട് താപത്തിൻ്റെ സ്വാധീനം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ സൂര്യൻ്റെ സർഫസിൽ തന്നെ ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് എന്തുണ്ടാകുന്നു? താപം ഉണ്ടാകുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കത് ആർക്കും കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് അറിയില്ല. എനിവേ, എന്ത് തന്നെയായാലും നമ്മുടെ സൂര്യനിൽ നടക്കുന്ന ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സൂര്യനിൽ എന്ത് ലഭിക്കുന്നു? നമുക്ക് താപം ലഭിക്കുന്നു. ഈ താപം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭൂമിയിലോട്ട് എന്ത് കിട്ടില്ല? ടെമ്പറേച്ചർ കിട്ടില്ല. ഓക്കെ ആണല്ലോ, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് കിട്ടുന്നു. ഇനി താഴോട്ട് നോക്കിയാൽ നിങ്ങൾ, അപ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കിക്കോളേ. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഏജൻസിയാണ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഭൂമിയിലെയും അറ്റ്മോസ്ഫിയറിലേക്ക് പല കാര്യങ്ങളെയും കുറിച്ച്, ഇപ്പോൾ ഇതൊരു മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഏജൻസിയാണ് നമ്മുടെ അന്റാർട്ടിക്ക, ആർട്ടിക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒബ്സർവേഷൻ നടത്തി അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ കുഴിച്ചൊക്കെ എടുക്കുന്നതും അവിടെ അടുത്ത വെതർ കണ്ടീഷൻ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നതും എങ്ങനെയാണത് മെൽറ്റ് ആവുന്നതെന്നും ആ മെൽറ്റ് എങ്ങനെ തടയാമെന്നും എന്നൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ, ചുമ്മാതല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നടത്തുന്ന ഒരു ഏജൻസിയാണ് ഈ പറയുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മെട്രോളജിക്കൽ ഏജൻസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കി, മാസീവായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് നോക്കി, മാസീവ് എമൗണ്ട് ഓഫ് എനർജി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഇൻ ദ സൺ. വന്നപ്പോൾ എല്ലാം ഒരുമിച്ച് പോയി. ആൻഡ് ദ ഫ്യൂഷൻ എമിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേർബ്സ്. കണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എന്തായിട്ട് വരുന്നു? വളരെ ഷോർട്ട് വേർബ്സുകളായിട്ട് സൂര്യനിൽ നിന്ന് വളരെ ഷോർട്ട് വേർബ്സുകളായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു. And this is only small amount of energy radiated from the sun reaches the earth's surface, approximately 200 million. അത് നോക്കണ്ട നിങ്ങൾ. The amount of sunrises reaching is earth's surface is called the insolation. ഇങ്ങനെ വരുന്ന ഈ എമൗണ്ടഡ് ആയിട്ടുള്ള ഈ സൺറൈസസുകളെയാണ് നമ്മൾ ഇൻസൊലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാനൊരു കളർ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ടോ? അത് മാത്രം നിങ്ങളൊന്ന് വരച്ചിട്ട് പഠിച്ചാൽ മതി. ഇറ്റ്സ് സോ ഈസി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൂര്യനിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തുന്ന ഈ സൺറൈസസുകളെ നമ്മൾ ഇൻസൊലേറ്റിംഗ് അല്ലെങ്കിൽ ഇൻസൊലേഷൻ എനർജി റേഡിയേറ്റിക് വേവ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, സിമ്പിളാണ് കേട്ടോ. അടുത്ത് നമ്മളിതാ പഠിച്ചതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ ഈസ് ദ റിയാക്ഷൻ വിച്ച് ഈസ് എ 2 or more അറ്റോമിക് ന്യൂക്ലിയർ കോളൈഡ്, കണ്ടോ, ആൻഡ് മെർജ് ടുഗദർ ഫ്രം ദ ലാർജ് ആറ്റംസ്. കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് അപ്പോഴും ഞാൻ പറഞ്ഞതാണ്. ഓർമ്മയുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കി, 2 ചെറിയ ആറ്റങ്ങൾ ചേർന്ന് അത് കുറച്ച് വലുതായില്ലേ, വലിയ ആറ്റമായിട്ട് മാറുന്നു. ഈ ആറ്റങ്ങൾ അവിടെ നടക്കുന്നു. ലോവർ അറ്റോമിക് ആയിട്ട് ഒരു മാസ് എമൗണ്ട് ഓഫ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എനർജിയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നു. ആ എനർജിയാണ് അവിടെ താപമായിട്ട്, ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ടെമ്പറേച്ചർ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ എത്തുന്നു. ഇത് സണ്ണാണ്. നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, എക്സാജറേറ്റ് ചെയ്യുക. ഈ സൂര്യനിൽ നിന്ന് റേഡിയേറ്റിക് എനർജീസ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. ഈ ഭൂമിയിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അന്തരീക്ഷത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ എർത്ത് സർഫസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എർത്ത് സർഫസിനെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെ അറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ ഭാഗത്തിന് നമുക്ക് വേണമെങ്കിൽ ലോവർ പാർട്ട് എന്ന് പറയാം. ഇത് എഴുതാൻ കുറച്ച് ടഫാണ് കേട്ടോ, എന്താണ് പറ്റിയെന്നറിയില്ല. ഇത്രയും ദിവസം എഴുതിയായിരുന്നു. ലോവർ പാർട്ട് എന്ന് പറയാം. അപ്പോൾ ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? എല്ലാം ഞാൻ ഡിനോട്ട് ചെയ്യുന്നു, ലോവർ പാർട്ട്. അതിൻ്റെ ഒരു കുറച്ച് കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ അറിയപ്പെടുന്നതാണ് മിഡിൽ പാർട്ട് എന്നറിയപ്പെടുന്നത്, അല്ലേ? ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് സണ്ണാണ്. സണ്ണിനെയൊന്നും ഡിനോട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെയാണ് സണ്ണെന്ന് നിങ്ങളൊന്ന് എക്സാജറേറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ അപ്പർ പാർട്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നമ്മൾ ലോവർ പാർട്ട്, മിഡിൽ പാർട്ട്, പിന്നെ എന്താണ് അപ്പർ പാർട്ടായിട്ട് കണക്കാക്കുന്നു. സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. കണ്ടല്ലോ, സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗുന്നതാണ് അന്തരീക്ഷം എന്നറിയപ്പെടുന്നത്. ഞാൻ ഇവിടെ എ എന്നിടുന്നു, അറ്റ്മോസ്ഫിയർ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കിയെടുക്കുക. ഇതാണ് അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് സൂര്യപ്രകാശം എത്തുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഒരുപാട് എലമെൻസുകളുണ്ട്, അല്ലേ? ടെമ്പറേച്ചറുണ്ട്, ഇങ്ങനെയുള്ള കുറേ എലമെൻസുകളുണ്ട്. ആ എലമെൻസുകൾ ഏറ്റവും പെടുന്നതാണ് ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത്. ഇതെന്നറിയപ്പെടുന്നു DUST എന്ന് ഞാൻ വെറുതെ എഴുതുകയാണ്, ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ്. ഈ ടെമ്പറേച്ചർ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് പകുതി എന്ത് ചെയ്യുന്നു? ഈ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളും ബാക്കി പകുതി എന്നറിയപ്പെടുന്ന നമ്മുടെ അന്തരീക്ഷം തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലേ? അന്തരീക്ഷം തന്നെ എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു.
കുറച്ച് ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് എടുക്കുന്നു. പിന്നെ അവിടെ കുറച്ച് ക്ലൗഡ്സുകളൊക്കെ ഉണ്ട്. ക്ലൗഡ്സ് എന്തായാലും റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ, കുറേ ക്ലൗഡ്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സൂര്യനിൽ നിന്ന് 100% വരുന്ന ഈ പറയുന്ന സൺറൈസസ് ഭൂമിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോവർ പാർട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 15 അല്ലെങ്കിൽ ഒരു 16 ഇതിനകത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഭൂമിയിലേക്ക് എത്തുള്ളൂ. ഈ ഭൂമിയിലേക്ക് എത്തുന്ന ഇതെന്തൊക്കെയായല്ലേ ഇത്, ഭൂമിയിലേക്ക് എത്തുന്ന ഈ സംഭവമാണ്, അല്ലെങ്കിൽ ഈ സൺറൈസസുകളാണ് ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്ത് കൊടുക്കുന്നത്, ടെമ്പറേച്ചർ കൊടുക്കുന്നത്. ഈ ഭാഗത്ത് മുഴുവൻ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, 100% താപം നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല. പകുതി ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളും ബാക്കി പകുതി നമ്മുടെ അന്തരീക്ഷവും, നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഔട്ടർ പാർട്ട്, അല്ലെങ്കിൽ ഔട്ടർ പാർട്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഏറ്റവും അപ്വേർഡ് ആയിട്ടുള്ള, ഏറ്റവും മുകളിലുള്ള അപ്പർ പാർട്ട്, അല്ലെങ്കിൽ ക്ലൗഡ്സുകൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എലമെൻസുകൾ. ഇപ്പോൾ ഗ്യാസസുകളുണ്ട്, ഒരുപാട് ഗ്യാസസുകളുണ്ടല്ലോ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ. ഈ ഗ്യാസസുകളോ ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, ഈ താപത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഈ താപത്തെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ താപം പിന്നെ എന്തായിട്ട് മാറുന്നു, നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മുടെ അന്തരീക്ഷത്തെ മുഴുവനായിട്ട് ചൂട് പിടിപ്പിക്കുന്നു. അന്തരീക്ഷത്തെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു, ചൂട് പിടിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ കണ്ടോ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഇവിടെ കുറച്ചു വലുതാക്കാം നമുക്ക്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഇതാണ് ഉപരിതലമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. സൺറൈസസ് എത്തുന്നു. ഈ സൺറൈസസ് സംഭവം ഇവിടെ കുറേ ക്ലൗഡ്സ് ഉണ്ട്, കുറേ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് കുറേ മറ്റു തരത്തിലുള്ള എലമെൻസുകളുണ്ട്. അപ്പോൾ സൂര്യനിൽ നിന്ന് സംഭവം ഇവിടേക്ക് എത്തുന്നു. ഏത് സംഭവമാണ്, റേഡിയേറ്റിക് വേവ്സുകൾ അല്ലെങ്കിൽ ഇൻസുലേഷൻ. ഞാൻ ഇനി അങ്ങനെ പറയാം കേട്ടോ, ഇൻസുലേറ്റഡ് വേവ്സുകൾ. ഈ വേവ്സുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് പകുതി എന്ത് ചെയ്യുന്നു, ക്ലൗഡ്സുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കി പകുതി നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകുന്നു. ദാറ്റ് മീൻസ് അപ്പർ പാർട്ടിലേക്ക് പോകുന്നു. കുറച്ച് നമ്മുടെ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകൾ എന്ത് ചെയ്യുന്നു, ഡി എന്ന് എഴുതണേ, ഇത് സി എന്ന് എഴുതുന്നു. ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കി പകുതി, കുറച്ച് നമ്മുടെ ഗ്യാസസുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കി പകുതിയാണ് നമ്മുടെ ഇവിടെ എത്തുന്നത്, ഈ പറയുന്ന നമ്മുടെ ഏതാണ്, ലോവർ പാർട്ടിലേക്ക് എത്തുന്നത്. ഈ പാർട്ടിലേക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. ഇവിടെ വെച്ചാണ് കുറച്ച് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നുണ്ട്, കുറച്ച് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നു, നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് എന്തെത്തുന്നത്, താപം എത്തിച്ചേരുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് എന്ത് എത്തിച്ചേരുന്നത്, താപം എത്തിച്ചേരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്തും പറയുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതാ നോക്കിയേ, യെസ്, നോക്കിയേ, പാർട്ട് ഓഫ് ഇൻസുലേഷൻ കമ്മിങ് ടുവേർഡ്സ്, അത് ഇതായിപ്പോ കേട്ടോ. Invade, Earth gets reflected, absorbed by the atmosphere, particles such as the clouds. കണ്ടോ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. ക്ലൗഡ്സുകൾ കുറച്ചു റിഫ്ലക്റ്റ് ചെയ്യുന്നു, ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻകമ്മിങ് ആയിട്ട് വരുന്ന, അതായത് മുകളിൽ നിന്ന് ഷോർട്ട് വേവ്സുകളായിട്ട് വരുന്ന ഈ പറയുന്ന ടെമ്പറേച്ചറിനെ നമ്മുടെ ക്ലൗഡ്സുകൾ, ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകൾ അല്ലേ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഷോർട്ടർ വേവ്സുകളായിട്ട് അല്ലേ, ഷോർട്ട് വേവ്സുകളായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് എന്തെത്തുന്നു, ഹീറ്റ് എത്തുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് എത്തുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഈ എന്ത് പേരിൽ അറിയപ്പെടുന്നു, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ എർത്ത് സർഫസ് ഹീറ്റഡ് ബൈ ദ ഇൻസുലേഷൻ. ഏതിൻ്റെ ഭാഗമായിട്ട്, ഇൻസുലേഷൻ. ഭൂമിയിലേക്ക് എത്തുന്ന താപം പല ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളും ക്ലൗഡ്സുകളും റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് എത്തുന്ന ഈ സൺ വേവ്സുകളെ അല്ലെങ്കിൽ ഷോർട്ട് വേവ് റേഡിയേഷൻസിനെ നമ്മൾ ഇൻസുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻസുലേഷൻ, ഭൗമവികിരണങ്ങൾ അല്ലെ, ഭൗമകിരണങ്ങൾ. ഓക്കെ ആണല്ലോ. എന്ത് പേരിൽ അറിയപ്പെടുന്നു, ഭൗമവികിരണങ്ങൾ അല്ലെങ്കിൽ ഭൗമകിരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഭൗമവികിരണങ്ങൾ അല്ലെങ്കിൽ ഭൗമകിരണങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഓക്കെ, ഇതാ നോക്കിയാൽ ഈ ഭൂമിയിലേക്ക് എത്തുന്ന ഈ താപം, ഭൂമിയിലേക്ക് എത്തുന്ന ഈ താപം, ഇതാണ് താപം. ഇതെന്തോ ഇത് ചെറുതായിട്ട് വരുന്നത്, ഭൂമിയിലേക്ക് എത്തുന്ന എന്താണ്, ഈ താപം. ഭൂമിയിലേക്ക് എത്തുന്ന താപം വലുതായിട്ട് വന്നു. ഓക്കെ, ഭൂമിയിലേക്ക് എത്തുന്ന ഈ താപം, ഓക്കെ, ഭൂമിയിലേക്ക് എത്തുന്ന താപം ഞാൻ പറഞ്ഞല്ലോ, ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകൾ പകുതി റിഫ്ലക്റ്റ് ചെയ്യുന്നു, ക്ലൗഡ്സ് പകുതി റിഫ്ലക്റ്റ് ചെയ്യുന്നു, പിന്നെ എന്താണ്, പൊടിപടലങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഔട്ടർ സ്പേസിലേക്ക് കുറച്ച് പോകുന്നു. ബാക്കി വരുന്നവ നമ്മുടെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിച്ചേരുന്നു. ഇനി ഈ ബാക്കി വരുന്നവ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ് ചെയ്യുന്നത്, ഈ ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളിലും അത് എത്തിക്കുന്നു.
അത് ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ്? ഒന്നാമത്തെ എന്നറിയപ്പെടുന്നതാണ് കണ്ടങ്ഷൻ. ഒന്നാമത്തേതാണ് ഏത്? കണ്ടങ്ഷൻ. അത് ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ, അതങ്ങനെ മാറി മാറി പോകുന്നതാണ്. ഒന്നാമത്തെ എന്നറിയപ്പെടുന്നതാണ് കണ്ടങ്ഷൻ. ഒന്നാമത്തേതാണ് കണ്ടങ്ഷൻ. രണ്ടാമത്തെ എന്നറിയപ്പെടുന്നതാണ് കണ്ടങ്ഷൻ. അടുത്തതാണ് കൺവെൻഷൻ. രണ്ടാമത്തേതാണ് കൺവെൻഷൻ. ഓക്കെ, കണ്ടങ്ഷൻ, കൺവെൻഷൻ, അഡ്വെൻഷൻ, അഡ്വെൻഷൻ. അതുപോലെ തന്നെയാണ് റേഡിയേഷൻ അല്ലെങ്കിൽ ടെറിസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടങ്ഷൻ എന്നറിയപ്പെടുന്നത്? കണ്ടങ്ഷൻസ് ഈസിയാണ് കേട്ടോ, ഒന്നുമില്ല. നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഈ താപം, നമുക്കൊന്ന് ഇത് ഫുള്ള് കളയാം. ഭൂമിയിലേക്ക് വരുന്ന ഈ താപം, ഭൂമിയിലേക്ക് വരുന്നത് പോകുന്നില്ല കേട്ടോ, അത് എന്താണെന്നറിയില്ല, ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഭൂമിയിലേക്ക് വരുന്ന ഈ താപം പോയി. ഓക്കെ, ഭൂമിയിലേക്ക് ഈ വരുന്ന താപം, നമ്മുടെ ഭൂമിയിലേക്ക് താപം വരികയാണല്ലോ. ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? താപം വരുന്നു. ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു? താപം വരുന്നു. ഭൂമിയിലേക്ക് താപം വരികയാണ്. ഭൂമിയിലേക്ക് താപം വരുന്നു. ഭൂമിയിലേക്ക് താപം വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഇത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക്, എർത്ത് സർഫസിലേക്ക് തട്ടി. ഈ തട്ടിയവ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും, അതായത് നമ്മുടെ ലോവർ പാർട്ടിൽ മുഴുവനായിട്ട് വ്യാപിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ? ലോവർ പാർട്ടിൽ എന്ത് ചെയ്യുന്നു? അതായത് ഈ അന്തരീക്ഷം ഒരുപാടങ്ങ് കടന്നു പോകുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലോവർ പാർട്ട് ചൂട് പിടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് കണ്ടങ്ഷൻ അല്ലെങ്കിൽ താപചാലനം. താപചാലനം അല്ലേ? താപം എന്ത് ചെയ്യുന്നു? ചലിക്കുന്നു. താപം ചലിക്കുന്നു, അതാണ് താപചാലനം അല്ലേ? കണ്ടങ്ഷൻസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ താപം എത്തി. ഈ താപം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിനെ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു? ചൂട് പിടിപ്പിക്കുന്നു. ഉപരിതലം, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം ഒരു 10-9 മീറ്റർ വരുന്ന ആ ഭാഗങ്ങളിൽ മുഴുവനായിട്ട് ചൂട് പിടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് എന്നറിയപ്പെടുന്നത് കണ്ടങ്ഷൻസ്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? കണ്ടങ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? കണ്ടങ്ഷൻസ്. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തേതെന്നറിയപ്പെടുന്നതാണ് ഏതെന്നറിയപ്പെടുന്നത്? കൺവെൻഷൻ. കണ്ടങ്ഷൻ കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. ഇത് വലുതാവുന്നില്ല കേട്ടോ, എന്താണെന്ന് ഒരു പിടിയില്ല. കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിലും ഇങ്ങനെ തന്നെ, ഇത് ചില സമയങ്ങളിലൊക്കെ ചെറുതായി വലുതായി കൊണ്ടൊക്കെയിരിക്കും. അടുത്തതാണ് കൺവെൻഷൻ. അടുത്ത് വരുന്നതാണ് കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ വിചാരിച്ച പോലെ അല്ലേ സാധനം, കുറച്ച് പാടാ ഉപയോഗിക്കാൻ. ഓക്കെ, എന്ത് പേരിൽ അറിയപ്പെടുന്നു? കൺവെൻഷൻ എന്നറിയപ്പെടുന്നു. എന്ത് പേരിലാണ്? കൺവെൻഷൻ. അപ്പോൾ കണ്ടങ്ഷൻ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭൂമിയിലേക്ക് താപം എത്തുന്നു. ആ താപം എന്ന് പറയില്ല കേട്ടോ, ഇനി ഇൻസുലേഷൻ എന്നേ പറയാൻ പാടുള്ളൂ. ആ ഇൻസുലേഷൻ ഭൂമിയിലേക്ക് എത്തുന്നു, ഭൂമിയുടെ ഉപരിതലം മുഴുവനായിട്ട് ചൂട് പിടിപ്പിക്കുന്നു, അതിങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ കണ്ടങ്ഷൻ, താപചാലനം. രണ്ടാമത്തെ എന്നറിയപ്പെടുന്നതാണ് കൺവെൻഷൻ. സൂര്യനിൽ നിന്ന് ഇൻസുലേഷൻ ഭൂമിയിലേക്ക് എത്തുന്നു. ഓക്കെ, ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇൻസുലേഷൻസ് എവിടെ എത്തുന്നു? ഭൂമിയിലേക്ക് എത്തുന്നു. ഈ ഭൂമിയിലേക്ക് എത്തിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? അത് കണ്ടങ്ഷനായിട്ട് മാറുന്നു എന്ന് പറഞ്ഞു, ചലിക്കുന്നു. ഇനി അടുത്തതാണ് കൺവെൻഷൻ. ഇത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ ചലിക്കുന്നു. നമ്മൾ കണ്ടാണല്ലോ, ചലിക്കുന്നതിനിടയിൽ ഇതെന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. കാരണം ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? എക്സ്പാൻഷൻസ്, അതായത് മീൻസ് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നു. രണ്ട് സൈഡിലേക്കോ അല്ലെങ്കിൽ എന്താണ് രണ്ട് ഭാഗങ്ങളിലോട്ടത് എക്സ്പാൻഡ് ചെയ്ത് അത് നേരെ നമ്മുടെ മിഡിൽ പാർട്ട് ഓഫ് ഏരിയയിൽ, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗങ്ങളിലോട്ട് എത്തിച്ചേരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ വരച്ചതാണ്. മിഡിൽ ഭാഗത്തിലോട്ട് കൺവേ ചെയ്ത് പോകുന്നു. ഇതിനെ മലയാളത്തിൽ അറിയപ്പെടുന്ന സംവഹനം എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. സംവഹനം, ഇത് ടച്ചായി പോകുന്നു കേട്ടോ. ഇതിനെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവഹനം. ഇതിനെന്ത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം. ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സംവഹനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് അഗെയിൻ, ഇതാണ് ഈ സംവഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? മഴയൊക്കെ ഉണ്ടാകുന്നത്. സംവഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് മഴ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ മഴയൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട റീസൺ എന്നറിയപ്പെടുന്നത് ഈ സംവഹനമാണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അത് കണ്ടങ്ഷൻ, കൺവെൻഷൻ, അഡ്വെൻഷൻ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അയ്യോ അതെന്താ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട അവസ്ഥ വരരുത്. കണ്ടങ്ഷൻ, കൺവെൻഷൻസ്, ഈ പേന എടുക്കുന്നതാണ് പാട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എന്തെത്തുന്നു? സൂര്യപ്രകാശം എത്തുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഏറ്റവും വറസ്റ്റ് ആയിട്ടുള്ളൊരു ബോർഡാണ് കേട്ടോ ഇത്, ഏറ്റവും വറസ്റ്റ്. ഓക്കെ, എനിവേ, സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നു. സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് എത്തുന്നു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നു. ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തിയിട്ട് എന്ത് സംഭവിക്കുന്നു? പ്രകാശം ഭൂമിയിലേക്ക് എത്തിയിട്ട് അത് ഭൂമിയുടെ ഔട്ടർ സ്പേസ്, ഇവിടെ മുഴുവൻ വ്യാപിപ്പിച്ച് അത് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ ഔട്ടർ സ്പേസിലേക്ക് തന്നെ അതെന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു.
അല്ലേ? ഔട്ടർ സ്പേസിലേക്ക് തിരിച്ചു പോയി അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് പോയിട്ട് അവിടെ മുഴുവൻ താപം വ്യാപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് ഇത് കൺവെൻഷൻ. അപ്പോൾ നമ്മൾ കണ്ടക്ഷൻ പഠിച്ചു, കൺവെക്ഷൻ പഠിച്ചു. നമ്മുടെ ഭൂമിയെ തന്നെ ചൂട് പിടിപ്പിക്കുന്നത് കണ്ടക്ഷൻസ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അത് ഉയർന്നു പൊങ്ങി അല്ലെങ്കിൽ അപ്വേർഡ് ചെയ്തു അല്ലെങ്കിൽ അത് റൈസ് അപ്പ് ചെയ്തു, മുകളിലേക്ക് പോയി അതിനെ ചൂട് പിടിപ്പിക്കുന്നതിനെയാണ് കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? കൺവെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ കണ്ടക്ഷൻ നമ്മൾ പഠിച്ചു, അടുത്തേത് പഠിച്ചു, കൺവെൻഷൻ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കാനുള്ളതാണ് ഈ കണ്ടക്ഷനും കൺവെൻഷനും പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എന്നറിയപ്പെടുന്ന കണ്ടക്ഷൻ, കൺവെൻഷൻ, അഡ്വെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഭൂമിയിലുള്ള മറ്റൊരു പ്രതിഭാസമാണ് കാറ്റ്, അല്ലേ? ഞാനിവിടെ വിൻഡ് എന്ന് എഴുതുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാറ്റ്. ഈ ടെമ്പറേച്ചർ നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് എക്സ്പാൻഡ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് നമ്മൾ കൺവെൻഷൻ പഠിച്ചു. എന്നാൽ ഈ പോകുന്ന ടെമ്പറേച്ചറിൻ്റെ കുറച്ച് ഭാഗത്തിന് കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് ടെമ്പറേച്ചർ വരികയാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളണേ, അല്ലേടാ? ഇൻസുലേഷൻ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു, അവിടെ കണ്ടക്ഷൻ സംഭവിക്കുന്നു, കൺവെൻഷൻ സംഭവിച്ചു, ഇവിടെ ടെമ്പറേച്ചറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മുകളിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാകും? അന്തരീക്ഷത്തിൽ കാറ്റുകളുണ്ടാകും. കാറ്റുകളൊക്കെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കും. ഒരുപാട് കാറ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നു, ഏത് മർദ്ദമാണ് അവിടെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ഇതേപോലെ ഇങ്ങനെ സഞ്ചരിച്ച് ഈ ടെമ്പറേച്ചറിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഓക്കെ ആണല്ലോ? അതിന് നമ്മൾ ഇപ്പോൾ എന്താണ്, ഒരു ഭൂമി നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഏറ്റവും ഇങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇങ്ങനെ വരയ്ക്കുന്നതല്ലേ, ഇങ്ങോട്ട് ഹൊറിസോണ്ടലായിട്ട്, അല്ലേ? വെർട്ടിക്കലായിട്ടല്ല, ഹൊറിസോണ്ടൽ എന്ന് പറയും, അല്ലേ? തിരശ്ചീന തലം എന്ന് പറയും. ഹൊറിസോണ്ടലായിട്ട് ഈ താപം ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഈ കാലന്മാർ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സഞ്ചരിക്കും. വിൻഡ് ഈസ് ദ വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ. നമുക്ക് മഴയായാലും വെയിലായാലും എന്ത് കുന്തമായാലും ഇതെല്ലാം നമ്മുടെ ഭൂമിയിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും വൈറ്റൽ പാർട്ട് എന്നറിയപ്പെടുന്നതാണ് വിൻഡ്. വിൻഡില്ലെങ്കിൽ ഒന്നുമില്ല, പക്ഷേ ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല, മഴയില്ലെങ്കിൽ അതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നോക്കി, സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലെത്തുന്നു, അതിനെ ഹൊറിസോണ്ടലായിട്ട് സഞ്ചരിക്കുന്ന വിൻഡ് എന്ത് ചെയ്യുന്നു? വൺ പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക്, അനദർ പ്ലേസിലേക്ക് ടെമ്പറേച്ചർ കൊണ്ടെത്തിക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ അഡ്വെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലേ? ഇതിന് അഭിവാഹനം ഏതോ ഒരു സോഴ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ് അഭിവാഹനം അല്ലെങ്കിൽ അഡ്വെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? അഡ്വെൻഷൻ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ കണ്ടക്ഷൻ പഠിച്ചു, കൺവെൻഷൻ പഠിച്ചു, അഡ്വെൻഷൻ പഠിച്ചു. കറക്റ്റ് സമയത്ത് മാറുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. നിങ്ങൾക്ക് അവിടെ റേഡിയേഷൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ടെറസ്ട്രിയൽ റേഡിയേഷൻസ് ഭൗമ ഉപരിതലത്തിലുള്ള ഏതൊരു വസ്തുവും അല്ലെങ്കിൽ ടെമ്പറേച്ചർ അത് ഒരു ഈവനിങ് ടൈമൊക്കെ ആകും. ഇപ്പോൾ രാവിലെ സമയത്ത് ഇതെല്ലാം ഇങ്ങനെ കൺവെൻഷൻ സംഭവിച്ചു, കണ്ടക്ഷൻ സംഭവിച്ചു, കൺവെൻഷൻ സംഭവിച്ചു, അഡ്വെൻഷൻ സംഭവിച്ചു. മറന്നു പോവല്ലേ? കണ്ടക്ഷൻ. അടുത്തതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന് ടെറസ്ട്രിയൽ, അല്ലേ? ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ, വൈകുന്നേരം ആവുന്ന സമയത്ത് ഈ പറയുന്ന കിരണങ്ങൾ ഏതാണ്? ടെമ്പറേച്ചറുകൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മുടെ ഔട്ടർ സ്പേസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്നു. ഈ ഔട്ടർ സ്പേസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? ഡസ്റ്റ്, അതുപോലെ തന്നെ ക്ലൗഡ്സ്, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദൻ അതർ ഗ്യാസസ്. ഇതെല്ലാം ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്തെടുത്തോ അത് കണക്ക് തന്നെ തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക് പോകുമ്പോഴും ഈവനിങ് ടൈമിൽ എന്താണ്, ഇതേ കണക്ക് തന്നെ കുറേ റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങ് എടുത്തിട്ട് ഒരു 30 അല്ലെങ്കിൽ 35% ഇവിടെ പോവുള്ളൂ, തിരിച്ച് ഔട്ടർ സ്പേസിലേക്ക് പോവുള്ളൂ. ഈ ഔട്ടർ സ്പേസിൽ പോയാലും അവിടെ പോയി ടെമ്പറേച്ചറൊന്നും ആവില്ല, അവിടെ എന്താവും? അത് പോയിട്ട് തണുക്കും, അത് കോൾഡായിട്ട് മാറി. ആ കോൾഡ് കൂടുതലാണെങ്കിൽ അത് മേഘരൂപീകരണം സംഭവിച്ച് അത് പ്രസിപ്പിറ്റേഷൻ സംഭവിച്ച് കണ്ടൻസേഷൻ സംഭവിച്ച്, അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. കണ്ടൻസേഷനും പ്രസിപ്പിറ്റേഷനും കേട്ടാൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. എങ്കിലും ഇത് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ തിരിച്ച് ടെറസ്ട്രിയൽ ചെയ്ത് നേരെ ഔട്ടർ സ്പേസിലേക്ക് പോകുന്നതിനെയാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? കണ്ടക്ഷൻ പഠിച്ചു, കൺവെൻഷൻ പഠിച്ചു, അഡ്വെൻഷൻ പഠിച്ചു, ടെറസ്ട്രിയൽ റേഡിയേഷൻസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ക്വസ്റ്റ്യൻസൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ചോദിക്കാം. പക്ഷേ ഇതും അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വരുന്ന പ്രധാനപ്പെട്ട പാർട്ടുകളെല്ലാം കൺഫ്യൂഷനായിട്ട് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിയത് കണ്ടക്ഷൻ എന്നറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞതാണ് ഹീറ്റ് ട്രാൻസ്ഫർ. അവിടെ ദ ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് എ ഡയറക്റ്റ്ലി കോണ്ടാക്ട് സർഫസ് ഓഫ് ദ എർത്ത്. ഇനി നിങ്ങൾ അറിയില്ല എന്നിത് പറഞ്ഞ
നോക്കി സൂര്യനിൽ നിന്ന് ഇൻസുലേഷൻ വരുന്നു. അത് നമ്മുടെ എന്ത് ചെയ്യുന്നു, കണ്ടക്ഷൻ നോക്കി ഞാൻ പറഞ്ഞതാണ് ലോവർ പാർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഭൂമിയുടെ ലോവർ പാർട്ടിൽ എന്ത് ചെയ്യുന്നു, മുഴുവൻ എന്തുണ്ടാക്കുന്നു, ടെമ്പറേച്ചർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പറയുന്ന കണ്ടക്ഷൻസ്. ഇനി വീണ്ടും അടുത്ത് വരുന്നതാണ് ഇത് കൺവെൻഷൻ എന്നറിയപ്പെടുന്നത്. കണ്ടല്ലോ, ഭൂമി ഇതാണ് സൂര്യൻ. അത് വേറെ കളറായോ, വെരി ഗുഡ്. എന്ത് ചെയ്യുന്നു, ഇതാണ് നമ്മുടെ സൂര്യൻ എന്നറിയപ്പെടുന്നത്. അത് ഡിഫറെൻറ്റ് കളറായി കേട്ടോ, സൂര്യൻ എന്നറിയപ്പെടുന്നത്. ആ സൂര്യൻ എന്ത് ചെയ്യുന്നു, ഇൻസുലേഷൻസ്, മൈ ഗോഡ് തെറ്റിപ്പോയതാണ്, സൂര്യനാണിത്. ഈ സൂര്യനിൽ നിന്ന് ഇൻസുലേഷൻ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു. അതെന്ത് ചെയ്യുന്നു, ഭൂമിയുടെ ഉപരിതലത്തിൽ തട്ടുന്നു. ആ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഹീറ്റഡ് ആയിട്ടുള്ള എയർ അത് എക്സ്പാൻഡ് ചെയ്ത് റൈസപ്പ് ചെയ്യുന്നു. സീ ദിസ് ഗായ്സ്, റൈസപ്പ് ചെയ്യുന്നു. ഇതാണ് ദ ഹയർ റീച്ച് ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഹയർ റീച്ച് ഓഫ് അറ്റ്മോസ്ഫിയർ ഈ ഭാഗങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു, ചൂട് പിടിപ്പിക്കുന്നു. ഞാൻ രണ്ട് പ്രാവശ്യം പറഞ്ഞു, ഇനി കൂടുതൽ പറയാൻ പറ്റില്ല, പറയാനൊക്കെ പറ്റും. ഈ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു, ചൂട് പിടിപ്പിക്കുന്നു. ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, കൺവെൻഷൻ. ഓക്കെ ആണല്ലോ. ഇത് കൂടുതൽ ഭയങ്കര സംഭവമൊന്നും അല്ല കേട്ടോ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഭയങ്കര ടെൻഷനൊന്നും വേണ്ട. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് അടുത്ത് വരുന്ന പ്രധാനപ്പെട്ടതാണ് അഡ്വെൻഷൻ. അഡ്വെൻഷൻ എന്ന് പറയുന്നത് ആ കിടപ്പുണ്ട്. അഡ്വെൻഷൻ കണ്ടല്ലോ അല്ലേ, ഇനി ഇത് അറിയില്ല എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടലായിട്ട്, കണ്ടോ, ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇപ്പോഴും പഠിച്ചിരിക്കുക. ഇത് നമ്മുടെ എർത്താണെങ്കിൽ എർത്തിനെ നമ്മളിങ്ങനെ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇക്വേറ്റർ റീജൻസ്, ഇതാണ് 0 ഡിഗ്രി ഇക്വേറ്റർ എന്നറിയപ്പെടുന്നത്. ഇക്വേറ്ററിൽ അങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, അതാണ് ഇക്വേറ്റർ റീജൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് മുകളിലോട്ട് താഴോട്ടൊക്കെ വരയ്ക്കുന്നത്, താഴെ നിന്ന് മുകളിലോട്ട് വരയ്ക്കുന്നതെല്ലാം വെർട്ടിക്കലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പം നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം നമ്മൾ പഠിക്കണം. അപ്പോൾ വിൻഡിൻ്റെ സർക്കുലേഷൻസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് മീൻസ് ഹൊറിസോണ്ടലായിട്ട് വിൻഡുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇനി നമ്മൾ പഠിച്ചതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നറിയപ്പെടുന്നത് ഇതാണ് സൂര്യൻ. വീണ്ടും സൂര്യൻ വരച്ചു ഒരു പരുവായി സൂര്യൻ. ഈ സൂര്യൻ എന്ത് ചെയ്യുന്നു, ദ എനർജി ഫോം ഓഫ് ലോങ് വേവ്സ്. ഇതൊരു ഈവനിങ് ടൈം ആവുന്ന സമയത്ത് ഭൂമിയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷൻ അഡ്വെൻഷൻ ഇതെല്ലാം നടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ദ റേഡിയേറ്റിംഗ് വേവ്സുകളായിട്ട് ഇത് നേരെ തിരിച്ച് നമ്മുടെ എർത്ത് സർഫസ് എന്ന് ലോങ് വേവ്സുകളായിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്നും അത് നേരെ ഔട്ടർ സ്പേസിലേക്ക് പോകുന്നു. എന്ത് ചെയ്യുന്നു, ഔട്ടർ സ്പേസിലേക്ക് പോകുന്നു. ഈ പോകുന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഡസ്റ്റും, അതുപോലെ തന്നെ കുറേ ക്ലൗഡ്സും, അതുപോലെ തന്നെ കുറേ ഗ്യാസസും, അതുപോലെ തന്നെ മറ്റു തരത്തിലായ, ഇപ്പോൾ സമുദ്രത്തിൻ്റെ തീരമൊക്കെ ആണെങ്കിൽ അവിടെ അയഡിൻ്റെ സാന്നിധ്യങ്ങൾ കാണും. അയഡിൻ അറിയാമല്ലോ, അത് ഗ്യാസസുകളായിട്ടുള്ള പല തരത്തിലുള്ള സംയുക്തങ്ങളും കാണും, എലമെൻസുകളും കാണും. ഇതെല്ലാം ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, നമ്മൾ ഇത്രയും നേരം വളരെ വലിയ എന്തോ സംഭവമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കൺവെൻഷൻ അഡ്വെൻഷൻ റേഡിയേഷൻ. ഞാൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്നാണ് പറഞ്ഞത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലോട്ട് തന്നെ തിരിച്ചു പോകുന്നത്, അതായത് സൂര്യനിലോട്ടല്ല, ഔട്ടർ സ്പേസിലോട്ട് തന്നെ തിരിച്ചു പോകുന്നതിനെയാണ് എന്താണ് റേഡിയേറ്റിംഗ് വേവ്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് വേവ്സുകൾ എന്നൊക്കെ ഇതാ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കാനായിട്ട് നോക്കുക. വേവ്സ് ഈസ് റേഡിയേറ്റഡ് ഫോം ഇൻ ദ ഷോർട്ട് വേവ്സ് ഫ്രം ദ ഹോട്ടർ ഓബ്ജക്റ്റ്. വളരെ ഒരു ഹോട്ടർ ഓബ്ജക്റ്റിൽ നിന്ന്, ഹോട്ടർ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോട്ടർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഒബ്ജക്റ്റാണ്, നമ്മുടെ സൂര്യൻ അല്ലേ, ഇത് അടലപ്പെട്ട. ആൻഡ് ഡ്യൂ ടു ദ ഹൈ ഫ്രീക്വൻസി, വളരെ ഹൈ ഫ്രീക്വൻസി ആയിട്ട് വളരെ ഷോർട്ട് വേവ്സുകളായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന ഒന്നാണ് ഏതെന്നറിയപ്പെടുന്നത്. ഇനി ഇതൊരു വലിയൊരു എനർജി റിസോഴ്സ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇത് റേഡിയേറ്റിക് എനർജി എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു അല്ലേ. ആൻഡ് ലോ ഫ്രീക്വൻസി ലോങ് വേവ്സ് വിൽ അബ്സോർബ് റിഫ്ലക്റ്റ് വിത്ത് അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസ്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഡ്യൂ ടു ദ ലോ ഫ്രീക്വൻസി അല്ലേ, ഷോർട്ട് വേവ്സുകളായിട്ടും ലോ ഫ്രീക്വൻസി ആയിട്ട് നമ്മുടെ ഭൂമിയിൽ എത്തുന്ന ഈ വേവ്സുകൾ വിൽ ബി അബ്സോർബ്ഡ് ദ റിഫ്ലക്റ്റ് ബൈ ദ അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പല പാർട്ടിക്കിൾസുകളും എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ, എനിക്ക് തൊട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. മീൻസ് തൊട്ട് കാണിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ വരച്ച് തരാനേ പറ്റുന്നുള്ളൂ. ലോങ് വേവ്സുകളായിട്ട് എത്തുന്നു. പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ലേൺ ഈസിലി. അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റ് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇപ്പം തന്നെ കുറച്ച് സമയമായിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോയി നമുക്ക് പല പാർട്ടുകളായിട്ട് ഇടാം കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് നമുക്ക് ആ ടെമ്പറേച്ചറും കൂടെ പഠിച്ചിട്ട് ഫസ്റ്റ് പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. സമയമുള്ള സമയങ്ങളിൽ എല്ലാവരും ഇരുന്ന് എന്ത് ചെയ്തൊക്കെ ഒന്ന് കാണുക, സിമ്പിളായിട്ട് പഠിക്കുക. നമുക്ക് ഭയങ്കര തിയറിയൊന്നും ഇതിനകത്ത് ആവശ്യമില്ല, സിമ്പിളായിട്ട് പഠിക്കും. ഓക്കെ, അടുത്താണ് ഹീറ്റ് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്. കണ്ടല്ലോ, ഹീറ്റ് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്. ഈ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ കാര്യം തന്നെ കേട്ടോ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമുക്ക് ഭയങ്കരമായിട്ടൊന്നും പഠിക്കാനായിട്ടൊന്നുമില്ല. ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൂര്യൻ എന്നറിയപ്പെടുന്നത്. കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു. ഞാൻ അതെടുക്കുന്നതിനേക്കാളും കുറച്ച് ഇതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു.
ഓക്കെ, കമ്പ്യൂട്ടർ എന്തോ ഒരു ചെറിയ കംപ്ലയിൻറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ടാബിലാണ് ചെയ്യുന്നത്. എനിവേ ഓക്കെ, ഹീറ്റ് ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്, ഹീറ്റ് ബഡ്ജറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഷോർട്ട് വേർബ്സുകൾ എത്തുന്നു, റേഡിയേറ്റ് വേർബ്സുകളായിട്ട് ഇൻസുലേഷൻ എത്തുന്നു. ഈ ഇൻസുലേഷൻ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും, കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇത് അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്ത് ചെയ്യുന്നു, പകുതി അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ അറ്റ്മോസ്ഫിയറിൽ ഒരു 35% എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ബാക്കി വരുന്ന, ഇപ്പോൾ 100% 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഒരു 65 അല്ലെങ്കിൽ ഒരു 17 അതിനകത്ത് 65 ആണ് തോന്നുന്നു. ഓക്കെ, 65 അത് എന്ത് ചെയ്യുന്നു, തിരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരികയും, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന സമയത്ത് അവിടെ ആരുണ്ട്, നമ്മൾ അപ്പർ പാർട്ടിൽ ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഒന്നാമത്തെന്നറിയപ്പെടുന്നത് നല്ല എന്ത് നടക്കുന്ന കണ്ടൻസേഷൻ കൊണ്ടും, അതുപോലെ തന്നെയാണ് നമ്മളെന്താണ് കണ്ടൻസേഷനും ഇതൊക്കെ കൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നല്ല രീതിയിൽ എന്താണ് ജലകണികകൾ അല്ലെ, വാട്ടർ വേപ്പറുകളൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ മേഘരൂപീകരണമൊക്കെ ഇങ്ങനെ ആയി കിടക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും കുറേ തരത്തിലുള്ള ഈ മേഘരൂപീകരണം വരെ എങ്ങനെയാണ്, ഇതിനാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതിനകത്ത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്, അല്ലെങ്കിൽ ഭയങ്കര കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ വാട്ടർ വേപ്പേഴ്സ്. ഈ വാട്ടർ വേപ്പേഴ്സിലെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പകുതി എന്ത് ചെയ്യുന്നു, ഹീറ്റിനെ അങ്ങ് അബ്സോർവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് തോന്നുന്നു. സൺറൈസസ് താഴേക്ക് വരുന്നു, അത് നമ്മുടെ 35% നമ്മുടെ ഔട്ടർ സ്പേസിൽ തന്നെ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ റിഫ്ലക്റ്റ് ചെയ്തെടുക്കുന്നു. ബാക്കി നമ്മുടെ ഏതിലായിട്ട് മാറുന്നു, നമ്മളെ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസും ക്ലൗഡ്സും ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന ഒരു 51% ആണ് എവിടെ എത്തുന്നത്, ഭൂമിയിലേക്ക് എത്തി. പിന്നെ എന്തൊക്കെ നടക്കുന്നുണ്ട്, പറ എന്തൊക്കെ നടക്കുന്നു, കണ്ടക്ഷൻ, കൺവെൻഷൻ, അഡ്വെൻഷൻ. വൈകുന്നേരം ആവുന്ന സമയത്ത് തിരിച്ചത് റേഡിയേറ്റഡ് വേർബ്സുകളായിട്ട് നമ്മുടെ അടുത്ത സ്പേസിലേക്ക് തന്നെ പോകുന്നു. ഈ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തിരിച്ച് വീണ്ടും അത് പകുതി ക്ലൗഡ്സുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബാക്കി പകുതി നമ്മൾ ഔട്ടർ സ്പേസിലേക്ക് പോകുന്നു, ബാക്കി പകുതി നമ്മുടെ അറ്റ്മോസ്ഫിയർ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സർക്കുലേഷൻ പോലെ, ഒരു സർക്കിൾ പോലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ എന്താണെന്നറിയപ്പെടുന്നത്, ഹീറ്റ് ബഡ്ജറ്റ്. ഒരു പ്രോസസ്സാണ് ഏതെന്നറിയപ്പെടുന്നത്, ഹീറ്റ് ബഡ്ജറ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ 100% ഒരു 51% മാത്രമേ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുവുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് ഹീറ്റ് ബഡ്ജറ്റ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹീറ്റ് ബഡ്ജറ്റ്. നോക്കിയാൽ ദ റേഡിയേറ്റിംഗ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേർബ്സ്. അത് ലോങ് വേർബ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഇതിൽ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാം സൂര്യനിൽ നിന്ന് എന്ത് വരുന്നു, ഭൂമിയിലേക്ക് ഷോർട്ട് വേർബ്സുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത് അല്ലേ. ആ ഷോർട്ട് വേർബ്സുകളായിട്ട് എത്തുന്ന ഈ റേഡിയേറ്റിംഗ് വേർബ്സുകൾ തിരിച്ച് നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കല്ല, നേരെ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകുന്ന സമയത്ത് ഇത് പോകുന്നത് ലോങ് വേർബ്സുകളായിട്ടാണ്. എന്താണ്, ലോങ് വേർബ്സുകളായിട്ടാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്, സൂര്യനിൽ നിന്ന് വരുന്നുള്ളൂ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത്. സൂര്യനിൽ നിന്നല്ല, ലോങ് വേർബ്സുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത്. അപ്പോൾ ഷോർട്ട് വേർബ്സുകൾ ഇൻസോലേഷൻ, ലോങ് വേർബ്സുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് എവിടെ പോകുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക. ഇത് മാറ്റിയില്ലെങ്കിൽ അടുത്ത് ഞാൻ തിരിച്ച് അത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ കയറി വരും. ഓക്കെ, നമുക്കതൊന്ന് മാറ്റാം. യെസ്, ബോറടിക്കുന്നതെന്ന് തോന്നുന്നു, ഇല്ലയെന്ന് തോന്നുന്നു, വന്നിരിക്കുക. അപ്പോൾ ലോങ് വേർബ്സുകളായിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു, ലോങ് വേർബ്സുകളായിട്ട് ഇവിടെ കണ്ടോ, അത് എന്ത് ചെയ്യുന്നു, ലോങ് വേർബ്സുകളായിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്ന് ടെറസ്ട്രിയൽ ചെയ്ത് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ടെറസ്ട്രിയൽ ചെയ്ത് എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻസ് അറ്റ്മോസ്ഫിയർ ഗ്യാസസ് സച്ചാസ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയേഷനിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ഇനി ഇത് തിരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അത് നമ്മൾ തിരിച്ച് ഉറപ്പായിട്ടും അത് പോയേ പറ്റും. പോയില്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാസ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്, CO2 എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയും അല്ലേ. ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അങ്ങ് ഗണ്യമായിട്ട് അങ്ങ് കൂടും. CO2യുടെ അളവ് എന്ത് ചെയ്യും, ഗണ്യമായിട്ട് കൂടും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ ഗണ്യമായിട്ടങ്ങ് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്കും നമ്മുടെ ജീവജാലങ്ങൾക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിനും വളരെയധികം എന്താണ്, പ്രശ്നമാണ്. അപ്പോൾ ഇത് വളരെയധികം കൂടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗ്യാസസുകളെ കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷത്തിൽ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക എന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കൂടിയെന്നാണ്, ടെമ്പറേച്ചർ അങ്ങ് കൂടും. ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, കൂടാതിരിക്കണമെങ്കിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസുകളും, ചൂടും താപവും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള എല്ലാ ഗ്യാസസുകളും ഏറി അങ്ങ് ഹീറ്റപ്പായി കഴിഞ്ഞാൽ അത് നമ്മുടെ മനുഷ്യനും നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ ജീവജാലങ്ങൾക്കും ഓൾ ദ കൈൻഡ്സ് ഓഫ് സ്പീഷീസ് ആർ എഫക്റ്റഡ് ഇൻ വെരി ഡേഞ്ചറസ്ലി, വളരെ ഡേഞ്ചറസ് ആയിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം,
വളരെ കീപ്പ്ഫുള്ളായി അതല്ലെങ്കിൽ അതിന് മോഡറേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അതിന് വേണ്ടിയൊക്കെ ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ കൃത്യമായിട്ട് നടന്നേ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളെല്ലാ ജൂൺ 5 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു എന്താണ് എൻവോൺമെൻറ്റ് ഡേ ഒക്കെ നമ്മൾ ആചരിക്കുന്നു. നമ്മുടെ പ്രകൃതിനെ സംരക്ഷിക്കാൻ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. മരങ്ങൾ അപ്പോൾ അതിനെ അബ്സോർവ് ചെയ്യും. ഏതിനെ അബ്സോർവ് ചെയ്യും? പറ. CO2 അബ്സോർവ് ചെയ്യും. ഗ്യാസസ് ആയിട്ടുള്ള ഓക്സിജനെ പുറത്തേക്ക് വിടും. അങ്ങനെ കൃത്യമായൊരു മോഡുലേഷൻ നമുക്ക് നടക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ, ടെമ്പറേച്ചർ കൂടാതിരിക്കണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായ രീതിയിൽ മോഡറേറ്റ് ആയിട്ട് വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ കൂടാതിരിക്കാൻ ഓക്കെ, അതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇതെന്ന് അറിയപ്പെടുന്നത്. നോക്കിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റപ്പ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ഹീറ്റപ്പ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ദിസ് ഇസ് എ ഫിനോമിന. ആൻഡ് ഇനി വേറെ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു എന്ന് പറഞ്ഞു. ഇനി ഈ കോൾഡ് റീജിയൻസ് ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. കോൾഡ് റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ തണുപ്പുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എന്താണ്, താപത്തിൻ്റെ സ്വാധീനം വളരെ കുറച്ച് മാത്രം കിട്ടുന്ന സ്ഥലങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ പ്ലാന്റ്സുകളൊക്കെ വളരാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ? കാരണം നമുക്ക് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ടെമ്പറേച്ചറൊക്കെ വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ താപത്തെ നിലനിർത്താൻ വേണ്ടി ഒരു ഗ്ലാസ് പോലുള്ള ഒരു വലിയൊരു ഒരു ഷെൽട്ടർ പോലെ ചെയ്തിട്ട് അതിനകത്തേക്ക് താപം വരുന്ന സമയത്ത് അത് തിരിച്ചെന്ത് ചെയ്യുന്നില്ല. ഈ താപം ഇതിനകത്ത് വന്നതിന് ശേഷം ഇതൊരിക്കലും തിരിച്ചു പോവില്ല. കാരണം എന്ത് ചെയ്യും, അത് ഇവിടെ തടഞ്ഞങ്ങ് നിർത്തും അല്ലേ? അങ്ങനെ ഈ തടഞ്ഞു നിർത്തുന്ന ഈ എഫക്റ്റിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അങ്ങനെ ഈ തടഞ്ഞു നിർത്തുമ്പോൾ ഇതിനകത്ത് കൃത്യമായ രീതിയിൽ മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ഈ മോഡറേറ്റ് ടെമ്പറേച്ചർ കൊണ്ട് അതിനകത്തുള്ള എന്ത് ചെയ്യുന്നു, അത് ഞാൻ വീണ്ടും അങ്ങനെയാക്കി, ഇത് കുറച്ച് ഇതാണ് കേട്ടോ, തലവേദനയാണ്. ഈ മോഡറേറ്റ് ടെമ്പറേച്ചർ കൊണ്ട് അതിനകത്തുള്ള ഗ്ലാസ് ചേമ്പറിനകത്തുള്ള, അല്ലെങ്കിൽ എന്താണ്, ഗ്ലാസ് ടംബ്ലറിനകത്തുള്ള, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ വലുതാണ് കേട്ടോ, കുഞ്ഞ് ചെറുതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്തുള്ള ചെടികളെല്ലാം ഫേവറബിളായിട്ട് എന്ത് ചെയ്യുന്നു, വളരുന്നു. ഇങ്ങനെ ഫേവറബിളായിട്ട് വളരുന്ന ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ നോക്കൂ നിങ്ങൾ, ഓൾമോസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൾമോസ്റ്റ് എൻ്റെയർ എനർജി റീച്ച് ഇൻ ദ എർത്ത് ഇൻസുലേഷൻ. നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന വരച്ചേടാ ഇൻസുലേഷൻ, റേഡിയേഷൻ ബാക്ക് ഇൻ എവരി ഡേ. എല്ലാ ദിവസവും തിരിച്ചെവിടേക്ക് പോകുന്നു? നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് തിരിച്ച് മുകളിലേക്ക് തന്നെ പോകുന്നു. അത് സർഫസ് ഓഫ് എന്ത് ചെയ്യുന്നു, തിരിച്ച് മുകളിലോട്ട് പോകുന്നു. ഇത് പോകുന്നതിനോടൊപ്പം തന്നെ ദ ബാക്ക് എവറി ഡേ ദിസ് ഇസ് എ സർഫസ് ടെമ്പറേച്ചർ ദ എർത്ത് റിമൈൻസ് ബാലൻസ്ഡ് വിത്തൗട്ട് അപ്കമിങ് എക്സ്ട്രീംലി ഹോട്ട് ആൻഡ് കോൾഡ്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ വരുന്ന ടെമ്പറേച്ചർ എക്സ്ട്രീമലി ആയിട്ട് അത് കൂടാതെയോ അല്ലെങ്കിൽ എന്താണ് കുറയാതെയോ ഒക്കെ ഇരിക്കാനായിട്ട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡ്സുകളായാലും ശരി, മറ്റു എക്സ്ട്രീമലി ആയിട്ടുള്ള എന്തായാലും ശരി, അവയെല്ലാം ഒബ്സോർവ് ചെയ്ത് കൃത്യമായ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഇവിടെ നോക്കിക്കോളണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് എന്നാണല്ലേ ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാ ഇവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഫോം ചെയ്യുന്നു. ഈ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹീറ്റ് ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റീച്ച് ഇൻ ദ ടോപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ എർത്ത് 100 യൂണിറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഭൂമിയിൽ സൂര്യനിൽ നിന്ന് 100% വരുന്നു. അതെന്ത് ചെയ്യുന്നു? 35 യൂണിറ്റ്സുകൾ എന്നറിയപ്പെടുന്നത് റിഫ്ലക്ട് ബാക്ക് ടു ദ 14 യൂണിറ്റ്സ് വിൽ അബ്സോർബ്ഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസ്. അന്തരീക്ഷത്തിലേക്ക് 35% പോകുന്നു. ബാക്കി 14% ക്ലൗഡ്സുകൾ അബ്സോർബ് ചെയ്യുന്നു. ബാക്കി വരുന്നവ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് ബഡ്ജറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, അതവിടെ കിടക്കട്ടെ, ഹീറ്റ് ബഡ്ജറ്റ്. ഇനി നമ്മൾ ഒരു ദിവസം ഉണ്ടാകുന്ന മാക്സിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് എത്രയായിരിക്കും? നമ്മൾ ഒരു ദിവസം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന മാക്സിമം ടെമ്പറേച്ചർ, ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴായിരിക്കാം? നമുക്കൊരു 2 മണിക്കോ 3 മണിക്കൊക്കെ ഇടയിലായിരിക്കാം. 3 മണിയല്ല, 2 മണിയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ 12 മണി മുതൽ 2 മണിയുള്ള സമയം എന്ന് പറയാം. 3 മണിയൊക്കെ കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള ടൈമായി. അപ്പോൾ 2 PM ഒക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് പോകും. ആ സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിലൊക്കെ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രോബ്ലമാണ്, സ്കിന്നിന് പ്രോബ്ലമൊക്കെ, UV റൈസസിൻ്റെ പ്രോബ്ലംസൊക്കെ നമുക്കുണ്ടാവുമെന്നൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നതല്ല, ശരിയാണ്. ഭൂമിയിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ടാകുന്ന സമയമാണ് 2 PM എന്നറിയപ്പെടുന്നത്. അപ്പോൾ മിനിമം ടെമ്പറേച്ചർ എപ്പോഴായിരിക്കും? മാക്സിമം ടെമ്പറേച്ചർ 2 PM മിനിമം ടെമ്പറേച്ചർ എപ്പോഴായിരിക്കാം? അത് ബിഫോർ സൺറൈസ് എന്ന് പറയാം. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ സമയത്തുണ്ടാകുന്ന ആ ഒരു ഫസ്റ്റ് സൺറൈസസുകളില്ലേ, ആ സമയത്തുണ്ടാകുന്ന ഒരു വളരെ നാരോ ആയിട്ടുള്ള സൺലൈറ്റ്, അതാണ് ഏറ്റവും കുറഞ്ഞ സമയം എന്നറിയപ്പെടുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഓക്കെ, ഇതെവിടെ നോക്കിയാൽ നിങ്ങൾ, ഇത് എനിക്കിഷ്ടമില്ലാത്ത കേസാണ്. ഇതെവിടെ നോക്കടാ, അവിടെ നോക്കൂ, നോക്കി, ഇറ്റ് ഈസ് മോർ ഫോർ ദ ടെമ്പറേച്ചർ. യെസ്, നമ്മൾ ഒന്ന് മാറിപ്പോയി കേട്ടോ.
നോക്കി അറ്റ്മോസ്ഫിയർ ഗെറ്റ് ഹീറ്റഡ് അപ് ടു ദ ടൈം ടേക്കൺ ദ എർത്ത് സർഫസ് ദ ടെമ്പറേച്ചർ റീച്ച്ഡ് ദറ്റ് 2 PM ഈസ് എ കൺസിഡർ ആസ് ദ മാക്സിമം ടെമ്പറേച്ചർ. കണ്ടോ, നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ടെമ്പറേച്ചറിൻ്റെ വളരെ കൺസിഡറബിൾ ആയിട്ടുള്ള മാക്സിമം വരുന്ന ടൈം എന്നറിയപ്പെടുന്ന എപ്പോഴാണ് 2 PM. ഓക്കെ, നമ്മുടെ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് കേട്ടോ. അത് പോരാതെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ വർഷങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്നതല്ലേ. ഞങ്ങൾ 15 വർഷമായാലും 20 വർഷമായാലും അപ്പോൾ എത്ര വർഷമായാലും മാക്സിമം ടെമ്പറേച്ചർ നമുക്ക് അപ്പോഴൊക്കെ തന്നെ ആയിരിക്കും കാണുന്നത്. അതുപോലെ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ നമുക്ക് എന്ത് ചെയ്യുന്നു കാണാൻ സാധിക്കുന്നതെന്ന് അറിയപ്പെടുന്നതും അതും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. നോക്കി, ദ സർഫസ് ടെമ്പറേച്ചർ ഈസ് എർത്ത് ഗ്രാജുവലി ഡിഗ്രീസസ് ആഫ്റ്റർ നോൺ ഡ്യൂ ടു ദ ഡിഗ്രീസസ് ഇൻ ഇൻറ്റൻസീവ് ഇൻസുലേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഈ മാക്സിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് 2 മണിയാണ്, അല്ലെങ്കിൽ 2 PM ആണ്. മിനിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് നോക്കിയേ, ദിസ് ഈസ് ദ ടെമ്പറേച്ചർ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ വരുന്നതെന്ന് അറിയപ്പെടുന്നത് കൺസിഡർ ബി ജസ്റ്റ് ബിഫോർ സൺറൈസസ് കൺസിഡർ ദ മിനിമം ടെമ്പറേച്ചർ. ഇവിടെ നോക്കിക്കോണേ, അയ്യോ എല്ലാം കൂടെ ഒരുമിച്ച്, ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം എന്നറിയപ്പെടുന്നത്. ഓക്കെ, മാക്സിമം ഞാൻ അറിയാതെ സെലക്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ, അതല്ലാതെ ഇതാവുന്നതല്ല, മൈ മിസ്റ്റേക്കാണ് കേട്ടോ, മൈ മിസ്റ്റേക്ക്, ഓൺലി മൈ മിസ്റ്റേക്ക്. ഓക്കെ, ദ 2 PM ആണ് മാക്സിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കിടന്ന മിനിമം ടെമ്പറേച്ചർ ഏറ്റവും കുറവെന്നറിയപ്പെടുന്നത്, വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് ആയതാണ് മിനിമം ടെമ്പറേച്ചർ, വീണ്ടും ആയി, സമ്മതിക്കില്ല എന്നെ. അപ്പോൾ മിനിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് എപ്പോഴാണ്, ഈ സമയത്താണ്. മിനിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് ഏത് സമയത്താണ്, ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്, മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ഏത് സമയത്താണ്, ദിസ് ഇസ് എ ടെമ്പറേച്ചർ ത്രൂ ദ സൺറൈസസ് ഈസ് കൺസിഡർ ആസ് ദ മിനിമം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിനെ നമ്മൾ തരംതിരിക്കുന്ന 2 തരത്തിലാണ്. ഒന്ന് മാക്സിമം ടെമ്പറേച്ചർ, രണ്ടാമത്തേതാണ് മിനിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ, രണ്ടാമത്തേതാണ് മിനിമം ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. അടുത്ത ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണം എന്നറിയപ്പെടുന്ന തെർമോമീറ്ററാണ്. മാക്സിമം നിങ്ങൾ ഈ പനിയൊക്കെ ആയിട്ട് വീടുകളിൽ നിന്ന് നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്ന് വീണ്ടും തെറ്റുന്നു ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ വായ്ക്കകത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ മൗത്തിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഈ കൈയുടെ ആ ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് വെച്ച് തരും അല്ലേ. എന്തിനാണ് ടെമ്പറേച്ചർ കൂടുതൽ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഈ സംഭവം എടുത്ത് വെച്ച് തരുമ്പോൾ ഇതിങ്ങനെ പതുക്കെ മുകളിലോട്ട് അങ്ങ് പൊങ്ങുന്ന സമയത്ത് എവിടെയാണോ ആ പറയുന്ന സംഭവം അത് നിൽക്കുന്നത് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ടെമ്പറേച്ചർ എത്രയാണെന്ന്. അത് നമുക്ക് കണക്കാക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന മാക്സിമം മിനിമം ടെമ്പറേച്ചറിൻ്റെ റെക്കോർഡബിൾ ആയിട്ടുള്ള ഒരിതാണ് കണക്കാക്കുന്നത്. ഇതും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് ടെമ്പറേച്ചറിനെ എപ്പോഴും കണക്കാക്കുന്ന ഏതിൻ്റെ ബേസിസിലാണ്, ഒന്നാമത്തേന്നറിയപ്പെടുന്നത് ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് മാക്സിമം ടെമ്പറേച്ചറും പിന്നെ എന്താണ് മിനിമം ടെമ്പറേച്ചറുമാണ്. മാക്സിമം ടെമ്പറേച്ചറും പിന്നെ എന്തുവാണ് മിനിമം ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതാ കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചറിനെ നമ്മൾ എപ്പോഴും ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് 2 തരത്തിലാണ്. ടെമ്പറേച്ചറിനെ നമ്മളെപ്പോഴും ഡിഫറൻസിയേഷൻ ചെയ്യുന്ന എത്ര തരത്തിലാണ്, 2 തരത്തിലാണ്. ഒന്നാമത്തത് മാക്സിമം ടെമ്പറേച്ചർ, പിന്നെ എന്താണ് മിനിമം ടെമ്പറേച്ചർ. അതിനൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അതിനെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്, ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് ഈ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത് ദൈനംദിന, കണ്ടോ, ദൈനംദിന കാലാവസ്ഥ. ദൈനംദിന കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ദിനത്തിൽ നമുക്കുണ്ടാകുന്ന കാലാവസ്ഥേനെ തരംതിരിക്കുന്നതാണ് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. അതായത് ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനിലയും ഏറ്റവും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും തമ്മിലുള്ള വ്യത്യാസം. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ അതിന് എക്സാമ്പിളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. നിങ്ങളെ ഞാൻ ഒരുപാടെന്നായിട്ട് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നില്ല. എങ്കിലും നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാം, എന്തായാലും നമ്മൾ പഠിക്കുന്നതല്ലേ. ഈ മരുഭൂമിയിലൊക്കെ എന്ന് പറഞ്ഞാൽ പകൽ സമയം നല്ല ചൂടും രാത്രി നല്ല തണുപ്പും ആയിരിക്കും, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അവിടുത്തെ ഡയണൽ റേഞ്ച് എന്നറിയപ്പെടുന്ന വളരെയധികം കൂടുതലായിരിക്കും. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, ഡയണൽ റേഞ്ച് എന്തായിരിക്കും, വളരെയധികം കൂടുതലായിരിക്കും അല്ലേ. അടുത്ത രണ്ടാമത്, അപ്പോൾ ഇതാണ് ഒരു ദിവസത്തെ ടെമ്പറേച്ചറെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്നറിയപ്പെടുന്നത് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നതാണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇനി രണ്ടാമത്തതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്, ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ദൈനംദിന, നമ്മൾ നേരത്തെ പഠിച്ചത് ദൈനംദിന കാലാവസ്ഥ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് പഠിച്ചു. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് ഈ സാധനമാണ്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈനംദിനത്തിന് തന്നെയാണ് ഇത് കണക്കാക്കുന്നത്. ഓരോ ദിനത്തിലെ കാലാവസ്ഥ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ശരാശരിയെ കണക്കാക്കുന്നത്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ, ശരാശരി എത്ര ശതമാനമാണ് ആ ദിവസത്തിൽ ടെമ്പറേച്ചർ ഉള്ളത്, അതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് എന്താണ്, ദൈനംദിനമുള്ള കാലാവസ്ഥ.
ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു ദിവസത്തിൽ മൊത്തത്തിലുള്ള താപനിലയെ എത്രയെന്ന് സൂചിപ്പിക്കുന്നതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. സിമ്പിളാണ് കേട്ടോ, ഒന്നുമില്ല, ഓക്കെ, എളുപ്പമുള്ള സംഭവങ്ങളാണ്. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കെയർ ചെയ്യുന്നത്. അപ്പം ഒരു ദിവസത്തിൽ ഇപ്പോൾ ഡൈനൽ റേഞ്ചസ് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തിൽ ശരാശരി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള താപനിലയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ. എന്തെന്നറിയപ്പെടുന്നു? ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയാം. മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ബൈ 2. അപ്പോൾ എങ്ങനെയാണിത് പറയുന്നത്? ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള താപനിലയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. മൊത്തത്തിലുള്ള താപനിലയെ സൂചിപ്പിക്കുന്നതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രദേശത്തെ കാലാവസ്ഥ വ്യതിയാനം മൊത്തത്തിൽ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അതായത് മൊത്തത്തിൽ ഒരു ദിവസത്തെ കാലാവസ്ഥ എത്രയാണെന്ന് ശരാശരി അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നു. ഡൈനൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസത്തെ മിനിമം മാക്സിമം ടെമ്പറേച്ചർ എത്ര മനസ്സിലാക്കാൻ, ദൈനംദിന കാലാവസ്ഥ. എന്നാൽ ഇതാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണെങ്കിലോ ഒരു പ്രദേശത്തെ കാലാവസ്ഥ വ്യതിയാനം മൊത്തത്തിൽ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമുക്ക് സാധാരണ ഈ കൃഷി, ഇലക്ട്രിക് കൺസപ്ഷൻ കേട്ടുണ്ടെന്ന് എന്നിവയ്ക്ക് ആസൂത്രണം ചെയ്യാൻ ഈ കണക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള കാലാവസ്ഥയെ നമ്മൾ പറയുന്നതാണ് ഏതെന്നറിയപ്പെടുന്നത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഏതെന്നറിയപ്പെടുന്നു മക്കളെ? ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഇതെല്ലാം ഞാൻ മാറ്റുകയാണേ. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചറിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് മിനിമം ടെമ്പറേച്ചർ. ഒരു ദിവസത്തെ ദൈനംദിന കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നത് ഡൈനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ദൈനംദിന കാലാവസ്ഥ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്ന ഒരു ദിവസത്തെ ശരാശരി താപനിലയെ നോക്കുന്നതാണ് മാക്സിമം പ്ലസ് മിനിമം ബൈ 2 × 100 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചാൽ മാത്രം മതി. മിനിമം ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ 2 കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതിനെന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നതെന്നല്ല, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് 2/2 വെച്ച് എന്ത് ചെയ്യുന്നു? അതിനെ ശരാശരി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെമ്പറേച്ചറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ നോക്കാനായിട്ട് പോകുന്നത്. ഒരു കാര്യം കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് അവസാനിപ്പിക്കാം. ഈ ടെമ്പറേച്ചർ നമ്മളെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈക്വൽ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെമ്പറേച്ചർ ദിസ് നോ ഈക്വൽ ഇൻ ഓൾ ദ കൈൻഡ്സ് ഓഫ് പ്ലേസസ്. അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ നമുക്ക് ലാൻഡ് ഏരിയ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ സീ. ഈ രണ്ട് സ്ഥലങ്ങളിലും ടെമ്പറേച്ചർ രണ്ട് തരത്തിലാണ്. ബിക്കോസ് ഓഫ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് ഇതൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. ചേട്ടന്മാർ പോയില്ലേ? നോക്കിയേ, നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. എവിടെ നോക്കിയേ നിങ്ങൾ? ഇതാണ് നമ്മുടെ ലാൻഡ് ഏരിയ ആണെന്ന്. ഇത് ഇന്ത്യ ഒന്ന് വരച്ച്, ഇതാണ് ലാൻഡ് ഏരിയ. ഇന്ത്യയുടെ ഒരു സദേൺ പാർട്ട് ഒന്ന് വരച്ചിരിക്കുകയാണ് ഞാൻ. ഓക്കെ ആണല്ലോ. ഇതാണ് സി എന്ന് ഉദ്ദേശിക്കുക. ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? സി. ഇത് എന്താണെന്ന് ഇതാണ് സീ ലെവൽ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഡേ ടൈം രാവിലെ സമയത്ത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുതലെന്നറിയപ്പെടുന്നത് എവിടെയായിരിക്കാം? നമ്മുടെ ലാൻഡ് ഏരിയാസിലായിരിക്കും. എപ്പോഴും ഡേ ടൈം രാവിലെ സമയത്ത് ടെമ്പറേച്ചർ വിൽ ബി ഹൈ. എവിടെയാണ്? ലാൻഡ് ഏരിയ. രാവിലെ സമയത്ത്, രാത്രിയല്ല, രാവിലെ. കാരണം എപ്പോഴും നിങ്ങളൊന്ന് മനസ്സിലാക്കി, നമ്മളെ ലാൻഡ് ഏരിയ നിങ്ങളൊരു കിച്ചണിലേക്ക് പോവുക. കിച്ചണിൽ പോയിട്ട് ഒരു പാത്രം എടുക്കുക. ആ പാത്രം എടുത്തിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റൗവിലോ സംതിങ് ലൈക്ക് ദാറ്റ് എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. ഇതിനെ തീ കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് ആദ്യം ചൂടാവുന്നത് എന്താണ്? ആ പാത്രമാണ്. ശരിയല്ലേ പറയുന്നത്? രണ്ടാമത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നത്? ഈ വെള്ളം കിടന്ന് തിളയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാൻഡ് ഏരിയാസുകൾ അപ്പോൾ ആ പാത്രത്തെ നിങ്ങളൊന്ന് ലാൻഡായിട്ടൊന്ന് കണക്കാക്കി, വളരെ വേഗത്തിൽ ചൂടാകുന്നു, വളരെ വേഗത്തിൽ തണുക്കുന്നു. ഇറക്കി വെച്ച് ആദ്യം തണുക്കുന്നത് ഇത് എന്താണ്? വാട്ടർ ആയിരിക്കുമോ? നെവർ. ആദ്യം തണുക്കുന്നത് ഏതാണ്? ആ പാത്രത്തിൻ്റെ പാത്രമായിരിക്കും. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് ആസ് എ സെയിം ആസ് നമ്മുടെ ലാൻഡ് ഏരിയ പെട്ടെന്ന് ചൂടാവും, വളരെ പെട്ടെന്ന് അങ്ങ് കയറി ചൂടാവും. അതിലടന്നിരിക്കുന്ന മാഗ്നറ്റിക് എനർജി ആവാം, മറ്റു കാര്യങ്ങളാവാം, എല്ലാം കൊണ്ട് വളരെ വേഗത്തിൽ ചൂടാവും. പക്ഷേ മറ്റേതാണെങ്കിൽ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നു? തണുക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ ചേട്ടന്മാരായിട്ടുള്ള സീ ലെവൽ അങ്ങനെയല്ല. വളരെ സാവധാനം ഇവന്മാർ കിടന്ന് തിളച്ച് മറിയും. രാത്രി ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതങ്ങ് കൊണ്ട് ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഡേ ടൈമിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ലാൻഡ് ഏരിയയിലും, നൈറ്റ് ടൈം ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ എവിടെയായിരിക്കും? സീയിലായിരിക്കും. എവിടെയായിരിക്കും? സീയിലുമായിരിക്കും. ഇനി അങ്ങോട്ടൊന്ന് നമുക്ക് പോവാം. സീയിലും ആയിരിക്കും. ശരിയല്ലേ?
അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് നിങ്ങൾ കോമൺ ആയിട്ട് തന്നെ നിങ്ങളൊന്ന് എന്നെ ചിന്തിച്ച് നോക്കിയിടാം. നമ്മുടെ ടെമ്പറേച്ചർ രാത്രിയും പകലും രണ്ടിടത്തും കൂടുതലും കുറവൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ടെമ്പറേച്ചറിൻ്റെ ലെവൽ എന്തല്ല, ഈക്വൽ അല്ല. കാരണം ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും എന്നറിയപ്പെടുന്നത്, കാരണം ഭൂമിയിൽ ഇതാണ് നമ്മുടെ ഭൂമി. ഈ ഭൂമിയിൽ നമ്മളെല്ലാം താമസിക്കുന്നത് എവിടെയാണ്? ഇതാ പറയുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. സീ ലെവൽ ഏറ്റവും കൂടുതലുള്ള സതേൺ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ലാൻഡ് ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ സമയത്ത് ടെമ്പറേച്ചർ വളരെയധികം എന്തായിരിക്കാം, കൂടുതലായിരിക്കാം അതിൽ മിക്ക പർട്ടിക്കുലർ പ്ലേസിൽ. അതേപോലെ തന്നെ സീ ലെവൽ എന്നറിയപ്പെടുന്നത് രാത്രിയായാലും പകലായാലും അവിടുത്തെ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് രാത്രിയാകുമ്പോൾ കൂടുന്നു, രാവിലെ വളരെ കുറവായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പ്ലേസുകളിൽ എങ്ങനെ മാറ്റട്ടെ, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ച് പണിയാണേ. ഓക്കെ, ഒരുമിച്ചങ്ങ് മാറ്റാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ടാകും ഇതിനകത്ത്, ഇനി ശ്രമിച്ച് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ സമയത്ത് ലാൻഡ് ഏരിയാസിൽ ടെമ്പറേച്ചർ കൂടുതലും, രാത്രി സമയത്ത് എന്താണ്, അത് കുറവുമായിരിക്കാം. അത് വെച്ച് നമുക്ക് പ്രഷറൊക്കെ ഉണ്ടാകുന്നുണ്ടോ കേട്ടോ, അതൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി, അങ്ങനെ രാത്രിയും പകലുമുള്ള സമയങ്ങളിൽ നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ സീ ലെവലിലും ഒക്കെ ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളെയും ടെമ്പറേച്ചറിൻ്റെ ബേസിൽ കുറേ ലൈൻസുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ കൊടുത്തിട്ടുള്ളത്? ലൈൻസുകൾ എന്നറിയപ്പെടുന്നതിനെയാണ് ഐസോതേംസുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ ഐസോതേംസ് എന്ന് പറഞ്ഞാൽ? എവിടെയോ കേട്ടിട്ടുള്ളത് അല്ലേ? ഐസോതേംസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ലൈൻസ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയാം. ഒരു ഇമാജിനറി ലൈൻസസ് കണ്ടോ, ഇമാജിനറി ലൈൻസ് ദ പ്ലോട്ട് ഇൻ ദ ടെമ്പറേച്ചർ റെക്കോർഡ് ദ സ്പെസിഫിക് പ്ലേസസ്. ദ ഇമാജിനറി ലൈൻസ് കണക്റ്റഡ് വിത്ത് ദ ഈക്വൽ ടെമ്പറേച്ചർ പ്ലേസസ് അല്ലേ? ഒരേ താപനിലയുള്ള എന്താണ് ടേംസുകളെ അല്ലെങ്കിൽ ലൈൻസുകളെ ഒരുമിച്ച് വരയ്ക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വരയ്ക്കുന്ന ഒരു ലൈൻസ്, ഒരു ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഐസോതേംസ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഇമാജിനറി ലൈൻസ് എന്നറിയപ്പെടുന്നത്? ഇറ്റ്സ് എ ഇമാജിനറി ലൈൻസ് കണക്റ്റഡ് വിത്ത് ദ ഈക്വൽ ടെമ്പറേച്ചർ പ്ലേസസ്. അപ്പോഴാണ് സാധനം വന്നത് കേട്ടോ, ടെമ്പറേച്ചർ. ഒരേ താപനിലയുള്ള പ്ലേസുകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന കർവുകളെയാണ് അല്ലെങ്കിൽ ലൈൻസുകളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഐസോതേംസ്. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഐസോതേംസ്. എടാ മക്കളെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഐസോതേംസ് ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മുൻപേടായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് ഐസോതേംസ് എന്നറിയപ്പെടുന്നത്? ഇറ്റ്സ് എ ഇമാജിനറി ലൈൻസ് കണക്റ്റഡ് വിത്ത് ഇമാജിനറി ലൈൻസ്. ഇമാജിനറി ലൈൻസ് ഇതാ കണ്ടോ, ഇമാജിനറി ലൈൻസ്. ഇമാജിനറി ലൈൻസ് എന്ന് പറഞ്ഞാൽ കണ്ടോ നിങ്ങൾ, ലാൻഡ് ഏരിയയിലോട്ട് പോകുമ്പോൾ ഈ ഇതിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? നമ്മൾ ലാൻഡ് ഏരിയയിൽ നോക്കി എല്ലാ സ്ഥലങ്ങളിലും ഈക്വൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ. അപ്പോൾ അത് ഇവിടെ നിന്ന് പോയിട്ട് നേരെ ഇങ്ങനെ പോകുന്നു, അവിടുത്തെ ടെമ്പറേച്ചർ കൂടുന്നു, അടുത്തത് ഇവിടെ വരുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു, അടുത്ത ഈ ഭാഗങ്ങളെല്ലാം ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരേപോലെ പോകുന്നു. പക്ഷേ ഉയർന്ന പ്രദേശത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ, ഇവിടെ ടെമ്പറേച്ചർ കുറച്ച് കൂടി, അടുത്ത നെക്സ്റ്റ് പോകുമ്പോൾ ടെമ്പറേച്ചറൊക്കെ വേരിയേഷൻ മാറുന്നു. അങ്ങനെ നമ്മുടെ ഭൂമിയിലെ ലാൻഡ് ഏരിയസിൽ ടെമ്പറേച്ചർ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ കടലിൽ നിങ്ങൾ നോക്കടാ, ഇവിടെ ലാൻഡ് ഏരിയസ് ആണ് ഉള്ളത്, പക്ഷേ കടലിൽ നോക്കി നിങ്ങൾ കണ്ടോ ഈക്വൽ. ഞാൻ വേറെ കളർ എടുത്തേനാ കേട്ടോ, ഇതാണ് ഡിഫറെൻറ്റ് കളർ എടുത്താൽ ഒരു ഭംഗിയാണ്. കണ്ടോ ഈക്വലായിട്ടായിരിക്കും, ഏകദേശം ചെറിയൊരു ഇതേ ഉള്ളൂ. അപ്പോൾ ലാൻഡിലും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ലാൻഡിലും സീ ലെവലിലും ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്. ലാൻഡിലും സീ ലെവലിലും എന്താണ്, ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഐസോതേംസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഡെയിലി മെയിൻ ടെമ്പറേച്ചർ, ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഒരു ദിവസത്തെ കാലാവസ്ഥ കണക്കാക്കുന്നതിനെയാണ് മെയിൻ ടെമ്പറേച്ചർ മൈനസ് അടുത്ത ഡെയിലി മെയിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് ഒരു ദിവസത്തെ ശരാശരി താപനില എത്രയാണെന്ന് മനസ്സിലാക്കുന്നതാണ്. അടുത്ത് തെർമോമീറ്റർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ടെമ്പറേച്ചർ അളക്കുന്നതിനെയാണ്. അടുത്ത ഒരു ദിവസത്തെ ഇതൊന്നും ഒരുപാട് വായിച്ച് മനസ്സിലാക്കേണ്ട കേട്ടോ, ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. 2 PM and 3 PM ഹീറ്റ് ബഡ്ജറ്റ് നമ്മൾ പഠിച്ചു. അടുത്ത പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നറിയപ്പെടുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റിഡക്ഷൻ, റേഡിയേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ച വെതർ ആൻഡ് ക്ലൈമറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. സമയമൊക്കെ അങ്ങ് ഒരുപാട് പോയി. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കുറച്ച് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം സെക്കൻഡ് പാർട്ടിലൂടെ. ബൈ.